മെഷീൻ ലേണിങ് കുഞ്ഞു മക്കളും ഒരുപോലെയാണ്. എന്താ അറിയോ, അവർ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരുപോലെയാണ്. ഈ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ ക്യാറ്റിന് വിസ്കേഴ്സ് ഉണ്ട് എന്നും ഈ കണ്ണിങ്ങനെയാണെന്നും അതുപോലെ ഡോഗിൻ്റെ മൂക്ക് ഇങ്ങനെയാണ് നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളെന്താ ചെയ്തത്, കുഞ്ഞു മക്കളോട് ഒരു ക്യാറ്റ് വരുമ്പോൾ ദേ അതൊരു ക്യാറ്റാ, ഒരു ഡോഗ് വരുമ്പോൾ ദേ അതൊരു ഡോഗാ, അത്രേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ കുഞ്ഞുമക്കൾ സ്വന്തമായാണ് പഠിക്കുന്നത്. എന്തോ ഒരു പാറ്റേൺ ഉണ്ട്, ഇത് ക്യാറ്റാണെന്നും ഇത് ഡോഗാണെന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഈ പാറ്റേൺ തന്നെ നമ്മളെ തലയിൽ ഇപ്പോഴും ഉള്ളത്. നമുക്കിപ്പോഴും അറിയില്ല എന്ത് പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഇതിനെ ക്യാറ്റായും ഇതിനെ ഡോഗായും നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം എന്ന്. ഇതുപോലെ തന്നെയാണ് മെഷീൻ ലേണിങ്ങും. ഈ മെഷീൻ ലേണിംഗ് ആൽഗറിതത്തിന് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഓഫ്, അതായത് ഫോട്ടോസ് ഓഫ് ക്യാറ്റും ഡോഗും നമ്മൾ കൊടുക്കും. നമ്മൾ ലേബലും ചെയ്യും ഇത് ക്യാറ്റാണെന്നും ഇത് ഡോഗാണെന്നും. അപ്പോൾ ഈ ആൽഗറിതം എന്ത് ചെയ്യും, തന്നെത്താൻ ഫിഗർ ഔട്ട് ചെയ്യും എന്തോ ഒരു പാറ്റേൺ ഉണ്ട്, ഇത് ക്യാറ്റാണെന്നും ഇത് ഡോഗാണെന്നും തമ്മിൽ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചീറ്റയും ഒരു ടൈഗറും വന്നെന്ന് വെച്ചോ, അങ്ങനെയൊന്നും നടക്കില്ലേ. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൽ ചീറ്റ് ചെയ്ത് ടൈഗർ ഇതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അധികം ചീറ്റനെയും ടൈഗറിനെയും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഒരുപാട് ക്യാറ്റിനെയും ഡോഗിനെയും കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് ക്യാറ്റ് ഇത് ഡോഗ് എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മെഷീൻ ലേണിങ്ങും. മെഷീൻ ലേണിങ്ങിൽ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി പ്രിഡിക്റ്റ് ചെയ്യും. എന്നാൽ ഇച്ചിരി എക്സാമ്പിൾസേ കണ്ടിട്ടുള്ളെങ്കിൽ അതിന് കൺഫ്യൂഷൻ വരും.